ജയിലുമായിട്ട് ബന്ധപ്പെട്ട 3 ഉദ്യോഗസ്ഥർ ഉറങ്ങിപ്പോയി എന്താ പറയുന്നത്. 3 പേരും ഉറങ്ങി. CCTV നോക്കേണ്ട ആള് ഉറങ്ങി. അങ്ങനെ ഒരു സംവിധാനം പ്രവർത്തിക്കാൻ സാധിക്കുമോ? ഈ കുറ്റവാളികളെക്കാൾ കൂടുതൽ നമ്മൾ ഭയക്കേണ്ടത് ഇന്ന് നമ്മുടെ സംവിധാനം സിസ്റ്റം പിഴച്ചു പോയി എന്നുള്ളതല്ലേ ഇതിന്റെ മുഴുവൻ വസ്തുത. നമ്മുടെ ജയിലിനകത്ത് ഇത്തരത്തിലുള്ള കൊടും കുറ്റവാളികൾ താമസിക്കുന്ന സ്ഥലത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ജയിലുകൾ പരിശോധിക്കപ്പെടുന്നില്ല എന്നുള്ളതല്ലേ വ്യക്തമാവുന്നത്. 1.5 മാസമായിട്ട് ഈ ജയിലിന്റെ കമ്പീരകൾ തുരുമ്പിക്കുന്നതിന് വേണ്ടി, ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി അയാൾക്ക് സാധിക്കുന്നെങ്കിൽ 1.5 മാസമായിട്ട് നമ്മുടെ ജയിൽ അധികൃതർ അതിനകത്ത് ഒരു ശ്രദ്ധയും കൊടുത്തിട്ടില്ല എന്നാണ്. ശ്രീ രാജു പിന്നാർ, ഇപ്പോ കാട്ടുമൃഗങ്ങൾ മനുഷ്യന്റെ ജീവന് ഭീഷണിയാണെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് സംബന്ധിച്ച് നമുക്ക് ആവശ്യങ്ങളുണ്ട്, നമുക്ക് നിലപാടുകളുണ്ട്. ഇത് നരഭോജികളുടെ സ്വഭാവമാണ്. ഇനിയും പുറത്തു വരുമ്പോഴെല്ലാം കാണിക്കുന്നത് അത്രയും ക്രൂരമായ, അത്രയും യാതൊരു തരത്തിലും നിയമത്തിനോട് ബഹുമാനമോ പേടിയോ ഇല്ലാത്ത സ്വഭാവമാണ്. ഇയാളെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്നത് പരിഹാരമാകുന്നില്ല എന്ന് അയാൾ തന്നെ തെളിയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ലെന്ന് നമ്മുടെ സംവിധാനങ്ങളും തെളിയിച്ചിരിക്കുന്നു. രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറത്ത് നമുക്ക് വലിയ തോതിൽ ചിന്ത ആവശ്യമുള്ളൊരു കാര്യമാണ്. തിരുത്ത് എന്നൊന്ന് ഉണ്ടാകുമെന്ന് നമ്മുടെ നിയമം ഇപ്പോഴും വിശ്വസിക്കുകയാണ്. നമുക്ക് നെന്മാറ കൂട്ടക്കൊലപാതകം ഓർമ്മയുണ്ട്. പുറത്ത് ജാമ്യത്തിൽ വന്നപ്പോഴാണ് വീണ്ടും മനുഷ്യരുടെ ജീവൻ എടുത്തു പോകുന്നത്. ഇവരൊക്കെ തിരുത്തപ്പെടുമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ എന്തോ വലിയ പാകപ്പിഴയാണെന്ന് തോന്നുന്നു. മധു, അതിലേക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. നമുക്ക് നിയമ സംവിധാനങ്ങൾക്ക് അപ്പുറത്ത് മറ്റെന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ നമ്മൾ വൈകാരികമായി കാണുന്നതിന് തുല്യമാണ്. ഇപ്പോ അന്ന് സൂചിപ്പിച്ച നെന്മാറയാണെങ്കിലും പറവൂരാണെങ്കിലും അതുപോലെ തന്നെ ഗോവിന്ദച്ചാമി ആണെങ്കിലും എല്ലാം ആണെങ്കിലും അവിടെ പ്രശ്നം ഇവരല്ല, മറിച്ച് അവരെ കൈകാര്യം ചെയ്ത സംവിധാനത്തിന്റെ പഴമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഈ നെന്മാറയിലും പറവൂരും ഉൾപ്പെടെ ഈ ആളുകൾ ഞങ്ങളുടെ ജീവന് ഭീഷണിയാണെന്ന് പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസ് ആക്ട് ചെയ്തില്ല എന്നുള്ളത് കൊണ്ടാണ് ആ 2 സംഭവങ്ങളും ഉണ്ടായത്, അല്ലേ? അതുപോലെ തന്നെ ഇപ്പൊ ഗോവിന്ദച്ചാമി, അങ്ങിപ്പാട് കഴിഞ്ഞ സെഗ്മെന്റിൽ പറഞ്ഞു ഗോവിന്ദച്ചാമി ഇതിനെല്ലാം ഭേദിക്കാൻ കഴിയുന്ന വലിയ അമാനുഷിക ശക്തിയുള്ള ആൾ അല്ല. പ്രശ്നം നമ്മുടെ സംവിധാനത്തിന്റെ ആയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഗോവിന്ദച്ചാമിക്ക് നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്ന ശ്രീ അഷ്റഫ് പറഞ്ഞ പോലെ ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ് ഗോവിന്ദച്ചാമി എന്ന് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം, തൽക്കാലത്തേക്ക് അംഗീകരിച്ചു കൊടുക്കാം. പക്ഷേ നമ്മുടെ സംവിധാനം കൂടെ ഉണ്ടല്ലോ. നമ്മളിപ്പോ കേൾക്കുന്ന വാർത്ത എന്താ? 1.5 മാസമായിട്ട് ഇതിനുള്ള ആസൂത്രണം നടക്കുകയായിരുന്നു. ഉപ്പിട്ട് ഈ സെല്ലിന്റെ കമ്പികൾ തുരുമ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ വരെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജയിലിനകത്ത് ഇത്തരത്തിലുള്ള കൊടും കുറ്റവാളികൾ താമസിക്കുന്ന സ്ഥലത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ജയിലുകൾ പരിശോധിക്കപ്പെടുന്നില്ല എന്നുള്ളതല്ലേ വ്യക്തമാവുന്നത്. 1.5 മാസമായിട്ട് ഈ ജയിലിന്റെ കമ്പീരകൾ തുരുമ്പിക്കുന്നതിന് വേണ്ടി, ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി അയാൾക്ക് സാധിക്കുന്നെങ്കിൽ 1.5 മാസമായിട്ട് നമ്മുടെ ജയിൽ അധികൃതർ അതിനകത്ത് ഒരു ശ്രദ്ധയും കൊടുത്തിട്ടില്ല എന്നാണ്. അല്ല, ഇത് തുരുമ്പിച്ചു എന്നുള്ളത് മാത്രമല്ലല്ലോ, ഇത് തകർക്കാൻ കഴിയുന്നതിന് ആവശ്യമായ ആയുധങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ തുണികൾ ശേഖരിക്കാൻ കഴിയുന്നുണ്ട്. അതെ, ഞാനത് ഓരോ പോയിന്റായിട്ട് വരികയായിരുന്നു. അവിടെ 3 ഉദ്യോഗസ്ഥർ ഉള്ളത്, ആ ജയിലുമായിട്ട് ബന്ധപ്പെട്ട 3 ഉദ്യോഗസ്ഥർ ഉറങ്ങിപ്പോയി എന്താ പറയുന്നത്. 3 പേരും ഉറങ്ങി. CCTV നോക്കേണ്ട ആള് ഉറങ്ങി. അങ്ങനെ ഒരു സംവിധാനം പ്രവർത്തിക്കാൻ സാധിക്കുമോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കുറ്റവാളികളെക്കാൾ കൂടുതൽ നമ്മൾ ഭയക്കേണ്ടത് ഇന്ന് നമ്മുടെ സംവിധാനം സിസ്റ്റം പിഴച്ചു പോയി എന്നുള്ളതല്ലേ ഇതിന്റെ മുഴുവൻ വസ്തുത. അതല്ലാതെ ആ കുറ്റവാളികൾ സ്വാഭാവികമായിട്ടും അവർ ജയിലിനകത്ത് കിടക്കുന്നതും അവർ ഈ സമൂഹത്തിനും മനുഷ്യരാശിക്ക് തന്നെ ഭീഷണി ആയതുകൊണ്ടാണല്ലോ അവരെ സെല്ലിനകത്തിട്ടിരിക്കുന്നത് ജീവിതകാലം മുഴുവൻ പാർപ്പിക്കാൻ വേണ്ടി. അങ്ങനെ കൊടും കുറ്റവാളികൾ അകത്ത് കിടക്കുമ്പോൾ അവർ പുറത്തുള്ള മനുഷ്യർക്ക് ജീവന് സുരക്ഷ കൊടുക്കേണ്ട അല്ലെങ്കിൽ ഭീഷണിയാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട സിസ്റ്റം പിഴച്ചു എന്നുള്ളതിന്റെ അർത്ഥം. നമ്മൾ ഭയക്കേണ്ടത് ഈ സിസ്റ്റത്തെയാണ്. ഇന്ന് പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റത്തെയാണ് പ്രശ്നം. അതല്ലാതെ ഗോവിന്ദച്ചാമിക്ക് ഏതോ അമാനുഷിക ശക്തി ഉണ്ട്, അതുകൊണ്ട് അവിടുന്ന് ചാടിപ്പോയി എന്ന് പറഞ്ഞാൽ ഈ പണിയൊക്കെ നിർത്തി പോകാൻ പറയാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ഒരു ജയിലിനകത്ത് അവന് ആവശ്യമായിട്ടുള്ള തുണി കിട്ടുന്നു. ഞാനത് ചോദിച്ചത്, അയാൾക്ക് ഇന്ന് ചാടുമ്പോൾ അയാൾക്ക് ധരിക്കാനുള്ള പാന്റും ഷർട്ടും എവിടെ നിന്ന് കിട്ടി? അയാളുടെ കയ്യിലിരിക്കുന്ന ഭാണ്ഡമുണ്ട്, ആ ഭാണ്ഡത്തിനകത്ത് തുണി എവിടെ നിന്ന് കിട്ടി? ചോദിക്കണ്ടേ? അപ്പൊ ഇത്രമാത്രം സൗകര്യം ആ ജയിലിനകത്ത് കിട്ടിയെങ്കിൽ അത് ജയിലിനകത്തുള്ള ആൾക്കാരുടെ സഹായമില്ലാതെ എന്ന് പറയാൻ സാധിക്കുമോ? ബ്ലേഡ് ഗോവിന്ദച്ചാമിക്ക് എങ്ങനെ കിട്ടി? ഏറ്റവും കൊടും കുറ്റവാളികളുള്ള സെല്ലിനകത്ത് ആ കമ്പി മുറിക്കാനുള്ള ബ്ലേഡ് എവിടെ നിന്ന് കിട്ടി? അയാൾക്ക് തുണി എവിടെ നിന്ന് കിട്ടി? അയാൾക്ക് ധരിക്കാനുള്ള വസ്ത്രം എവിടെ നിന്ന് കിട്ടി? അയാൾക്ക് ഉപ്പ് എവിടെ നിന്ന് കിട്ടി? ഇതെല്ലാം ചോദിക്കണ്ടേ? അപ്പൊ നമ്മുടെ സിസ്റ്റം പരിപൂർണ പരാജയമായതുകൊണ്ട് ആ ജയിലിനകത്ത് ഒരു കൊടും കുറ്റവാളിക്ക് ഈ സംവിധാനത്തെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് പുറത്തു ചാടാൻ കഴിഞ്ഞു. പിന്നെ പിടിച്ചതിനൊന്നും ആരും വലിയ പിണറായിടാനൊന്നും ഇടണ്ട.
അവിടുത്തെ ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെയുള്ള സാധാരണ മനുഷ്യർ ഉൾപ്പെടെ അവിടെ നിന്നുണ്ട്. അവിടെ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഉൾപ്പെടെ എല്ലാവരും തെരഞ്ഞിറങ്ങി. ഇയാളെ കണ്ടതിന് ശേഷം പോലീസിനെ അറിയിച്ചപ്പോഴാണ് പോലീസ് വരുന്നത്. അപ്പം നമ്മുടെ സിസ്റ്റം ഇന്ന് ആർക്കും എന്തും ചെയ്തിട്ട് പോകാൻ കഴിയുന്ന അരാജകത്വത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതാണ് പ്രശ്നം. ആ കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ചോളം അതിന് ഒട്ടേറെ സവിശേഷതകളുണ്ട്. ആ ജയിൽ അഡ്മിനിസ്ട്രേഷൻ കൗൺസിൽ ഉൾപ്പെടെ ഉള്ള നേതൃത്വം നേരത്തെ സൂചിപ്പിച്ച പോലെ ആ രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെ അതിന് മറുപടി പറയേണ്ടി വരും.